വെൽക്കം ടു ക്രൈസ്റ്റ് വില്ലേജ്. ഇന്ന് നമ്മൾ പറയാൻ പോണത് കാനഡയെക്കുറിച്ചിട്ടാണ്. എല്ലാവർക്കും കാനഡയിൽ പോകണം. എല്ലാവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, അത് കാനഡ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാനഡ ഓപ്റ്റ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണമായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 3 years സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ടെന്നുള്ളൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മൂന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിക്കണം അവിടെ ക്രൈം റേറ്റ് വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടതാണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിത്തിൻ സ്റ്റേ ബാക്ക് ടൈമിൽ തന്നെ നമുക്കൊരു പക്ഷേ PR അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്കുള്ളത് കൊണ്ടാണ് മിക്ക കുട്ടികളും കാനഡയിൽ പോയിട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ എങ്ങനെ അവിടെ വരെ പോവാം, ഇവിടെ നിന്ന് ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്താൽ അവിടെ എത്തണ വരെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ചെയ്ത് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാനഡയിലേക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കനേഡിയൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നമുക്ക് 2 രീതിയിലാണ് അപ്ലിക്കേഷൻ വെക്കാൻ പറ്റുന്നത്. ഒന്ന് SDS എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഒന്ന് നോൺ SDS ആണ്. ഇപ്പോൾ SDS-നും ഗുണങ്ങളുണ്ട്, നോൺ SDS-നും ഗുണങ്ങളുണ്ട്. പക്ഷേ പൊതുവേ എല്ലാവരും പറയണത് SDS-ൽ വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ വെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ കുറേയുണ്ട്. ആദ്യമായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് വേണ്ടത് IELTS-ന് ഇൻഡിവിജ്വൽ 6ഉം ഓവറോൾ 6.5ഉം ഉള്ള ഒരു സ്കോർ കാർഡാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ അതിനെക്കുറിച്ചൊട്ട് പേടിക്കേണ്ട, അത് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, ആ കാര്യം ഞാൻ റെഡിയാക്കി തരാം. മാത്രമല്ല ഇൻഡിവിജ്വൽ 6 ഓവറോൾ 6.5 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ മേടിക്കുക എന്നുള്ള കാര്യമാണ് അടുത്ത ചെയ്യേണ്ട കാര്യം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആപ്ലിക്കേഷൻ ഫീസായിട്ട് $100 to $125 കനേഡിയൻ ഡോളേഴ്സ് നമ്മൾ പേ ചെയ്യണം. ഇന്ത്യൻ മണി ഓൾമോസ്റ്റ് ഒരു 7,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ 3 to 4 വീക്കിനുള്ളിൽ കിട്ടാറുണ്ട്. ചില ദിവസങ്ങളിൽ അത് 90 days വരെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വളരെ നല്ല ഏജൻസികളാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് 3 ദിവസം കൊണ്ടും 4 ദിവസം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ദ സിറ്റുവേഷൻ. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ പൊതുവേ യൂണിവേഴ്സിറ്റീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു $1000 കനേഡിയൻ ഡോളറോ അല്ലെങ്കിൽ $1,500 കനേഡിയൻ ഡോളറോ നമ്മളവിടെ പേ ചെയ്യുക എന്നുള്ളതാണ്. ഈ $1,500 കനേഡിയൻ ഡോളർ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് തരും. ഈ തരുന്ന പൈസ ഡിപ്പോസിറ്റ് ആയിട്ടാണ് അവർ മേടിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പൈസ ശരിക്കും പറഞ്ഞാൽ ഫീസിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോണിന് വേണ്ട കാര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. മെഡിക്കലിൽ നമ്മൾ വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ നമുക്ക് 2 ഇടങ്ങളിലാണ് പൊതുവേ കുട്ടികൾ പ്രിഫർ ചെയ്ത് പോകാറ്. ആദ്യത്തെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം കിംസിലാണ് പോവുക, അല്ലെങ്കിൽ ബാംഗ്ലൂരാണെങ്കിൽ ഫോർട്ടീസ് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം നമ്മൾ മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട്. SDS വഴിയാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ SDS കാറ്റഗറിയിലാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെമ്മിൻ്റെ സെക്കൻഡ് സെമ്മിൻ്റെ ഫീസാണ്. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 8 to 10 ലക്ഷം രൂപ വരും. ഇത് നമ്മളൊരു ആവറേജ് ആണ് കേട്ടോ പറയണത്. നോർമലി ഒരു കനേഡിയൻ ഫസ്റ്റ് ഇയർ കോഴ്സിന് ഒരു 1 year കോഴ്സിന് ശരിക്കും പറഞ്ഞാൽ 8 lakh rupees വരാറുണ്ട്. ചില സമയങ്ങളിൽ അത് ചില കോളേജുകൾ കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 lakh വരെ ആവാറുണ്ട്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു GIC ചെയ്യുക എന്നുള്ളതാണ്. GIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലോക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. അതിലേക്ക് നമ്മൾ കനേഡിയൻ മണിയായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ലീവിങ് എക്സ്പെൻസ് നമ്മൾ ഇടാണ്. അത് ഓൾമോസ്റ്റ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ $1,200 കനേഡിയൻ ഡോളറാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അത് ചില സമയങ്ങളിൽ $1,500 കനേഡിയൻ ഡോളറും അടയ്ക്കേണ്ടി വരാറുണ്ടെന്ന് പറയാറുണ്ട്. അത് ഇട്ടതിന് ശേഷം ആ പൈസ നമുക്ക് ഘട്ടമായിട്ട് ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ ചെന്നതിന് ശേഷം നമുക്കത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മളൊരു ലിവിങ് എക്സ്പെൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് GIC എമൗണ്ട് കാണിക്കണേ. ഇത് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വിസ പ്രോസസ്സിന് എന്തായാലും ആവശ്യമാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ SOP ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. SOPനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. SOPയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SOP നമ്മളൊരു 2 പേജിൽ മുകളിൽ എഴുതണം. 2.5 പേജ് വരെ ആകാം. 2 പേജ് എന്തായാലും നമ്മൾ SOP എഴുതണം. മാത്രമല്ല SOP നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ SOP ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതി പഠിക്കണം. പ്ലെജറിസം അതിൽ ശരിക്കും പറഞ്ഞാൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസ റിജക്റ്റ് ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. SOP വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു SOP വെച്ചിട്ടാണ് ഒരു വിസ ഓഫീസർ നമ്മളെ സ്റ്റാമ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഒരു വിസ ഓഫീസർ നമ്മളുടെ SOP ചിനുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഇട്ട് നോക്കും. അതിൽ ശരിക്കും പ്ലേജറിസം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിസ റിജക്റ്റ് ആവും.
ഇനി നമുക്ക് വിസയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി 2 ഡോക്യുമെൻറ്റ്സ് കൂടിയാണ് നമുക്ക് വേണ്ടത്. നിങ്ങളിപ്പോൾ കറണ്ട് ഒരു എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമുക്കൊരു ലെറ്റർ വേണം. ആ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് 6 മന്ത്സിൻ്റെ വേണ്ടി വരും. കാൻഡിഡേറ്റിൻ്റെ പാരൻസിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മന്ത്സിൻ്റെ വേണ്ടി വരും. ഇനി ഇതിലെല്ലാവരും എംപ്ലോയിഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാലറി സ്ലിപ്പ് കൂടി ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. കാരണം വിസ കിട്ടാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബയോമെട്രിക്കിന് ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്മൾ മൂവ് ചെയ്യണം. ബയോമെട്രിക്കിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരക്കില്ലാത്ത സമയമാണെങ്കിൽ പിറ്റേന്ന് തന്നെ കിട്ടും, ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒഴിവ് പോലെയാണ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ബയോമെട്രിക് ചെയ്യാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ ബാംഗ്ലൂരാണ് ഉള്ളത്. മാത്രമല്ല ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ അത് അവർ റീസെൻ്റ്ലി അത് ഓപ്പൺ ചെയ്യാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുണീക്ക് കൺഫർമേഷൻ കോഡ് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ്. ഇനിയാണ് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന ദിവസത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നോർമലി എടുക്കണമെന്ന് വെച്ചാൽ 4 to 8 വീക്സ് വരെ ശരിക്കും പറഞ്ഞാൽ എടുക്കാറുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കൊരു മെയിലായിട്ട് വരും നിങ്ങളുടെ PPR സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. PPR സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ടൈമായി. അതിൽ ശരിക്കും പറഞ്ഞാൽ വിസ ആയി എന്നുള്ളൊരു കൺഫർമേഷൻ കൂടിയാണ്. അതിൽ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വിസ മാത്രമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഈ വിസ വെച്ചിട്ട് വൺസ് യു റീച്ച് കാനഡ അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ വേണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പെർമിറ്റ് സ്റ്റാമ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അത് അവിടുത്തെ ഓഫീസറിന് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാനഡയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാനഡയിൽ പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെ നന്നായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ എങ്ങനെ പോകണമെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുമാത്രമല്ല ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഇതുപോലെ തന്നെ നമ്മൾ UK-ലേക്കും ജർമ്മനിയിലേക്കും പോകാനുള്ള വിസയുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ വളരെ വൈകാണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി വെരി മച്ച്.